നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായത് ഈ പറയരുതേ രാതി അറിയരുത് എന്നില്ല പാട്ട് പാടിയത് യേശുദാസാണ്. അതുപോലെ നമ്മുടെ അയ്യപ്പനെ ഉറക്കുന്ന പാട്ട് പാടിയത് യേശുദാസാണ്. കൊട്ടുമില്ല കുഴലുമില്ല നെഞ്ചിൻ്റെ ഉള്ളിലെ പിന്നെ മറ്റൊരു വരിയും കൂടി, അറിയരുതേ രാധയറിയരുതേ ഇത് ഗുരുവായൂരപ്പ രഹസ്യം. ഈ ഒരൊറ്റ പാട്ട് കൊണ്ടാണ് ശരിക്കും പറഞ്ഞ ആ ഒരു സംഗീത ഗ്രൂപ്പ് ഉണ്ടല്ലോ അവരെ ഞാൻ തിരിച്ചറിഞ്ഞത് എന്നുള്ളതാണ്. അതുവരെ നമുക്കൊന്നും അറിയില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെറ്റിലേക്ക് നോക്കുമ്പോഴും മൊത്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭജന തന്നെയാണ്. അതായത് ഭജന അത് കഴിഞ്ഞിട്ട് കുറേ ഭജനകൾ വന്നിട്ട് അവള് കാര്യം പറയുന്നത് എന്താണ്, പക്ഷെ ഇവർ കുറച്ചുകൂടി നല്ല ഭജന ഇവരത് തന്നെയാണ്. അപ്പോൾ ഇവരുടെ പ്രശ്നം ഇപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പള്ളി പെരുന്നാളിന് പോയിട്ട് എന്നാൽ പള്ളിയിലെ പാട്ട് എവിടെയോ പാടിക്കഴിഞ്ഞ്, അതായത് ക്രിസ്ത്യാനികളുടെ പാട്ടാണ് പാടിയത് എന്നാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആരാണ് ക്രിസ്ത്യാനികളുടെ പാട്ട് പാടാൻ? നിങ്ങൾ ഹിന്ദുക്കളെ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയല്ലേ, നിങ്ങൾ എന്തിനാണ് ക്രിസ്ത്യാനികളുടെ പാട്ട് പാടിയത് എന്നുള്ള തരത്തിൽ ഇപ്പോൾ അവർക്കെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗം ആൾക്കാർ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായത് ഈ പറയരുതേ രാതി അറിയരുത് എന്നില്ല പാട്ട് പാടിയത് യേശുദാസാണ്. അതുപോലെ നമ്മുടെ അയ്യപ്പനെ ഉറക്കുന്ന പാട്ട് പാടിയത് യേശുദാസാണ്. അതേപോലെ തന്നെ ആ ഒരു പള്ളിയിൽ പോയിട്ട് ഒരു പാട്ട് പാടി എന്നുള്ളത് കൊണ്ട് ഇവരെ ശരിക്കും പറഞ്ഞ് ഇപ്പോഴും ഇവിടെയുള്ള കുറേ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഹിന്ദുക്കളുടെ മുഴുവൻ അട്ടിപ്പേറി അവകാശം എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാർ, നമ്മുടെ ശശികലേനെ പോലെയുള്ള ആൾക്കാർ, അവരൊക്കെ വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ ഇനി നീ അമ്പലത്തിൽ പാടൂല്ലടാ, നിൻ്റെ ഒന്നും പാട്ട് കേൾക്കാൻ ആരും വരില്ലടാ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാം, ഇതിൻ്റെ അകത്ത് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നന്ദഗോവിന്ദം ഭജൻസ് തന്നെയാണ്. അതായത് ഇവരിപ്പോൾ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പാട്ട് പാടുമ്പോൾ ഈ അമ്പലങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ച് പാടി. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും പല കുലസ്ത്രീകളും കുലപുരുഷന്മാരുമാണ് ഇത് കേൾക്കാൻ വന്നത്. ആ കുലസ്ത്രീകളെയും കുലപുരുഷന്മാരെയും സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരങ്ങനെ ആ ഒരു രീതി അങ്ങനെ അങ്ങ് എടുത്തു. പിന്നീട് ഇവർക്കെന്ന് പറഞ്ഞാൽ അതിൽ നിന്നും പുറത്ത് കിടക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ അറിയാം, ഇവരുടെ അട്ടിപ്പേർ അവകാശം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ശശികല ടീച്ചറെ പോലെയുള്ള ആൾക്കാരുടെ സംഘടനകൾ മൊത്തം ഏറ്റെടുത്തു. അവരേറ്റെടുത്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്നറിയാം, മറ്റുള്ള ജനങ്ങൾ എല്ലാവരും വെറുക്കും. അതായത് ഒരുപക്ഷെ എന്ന് പറഞ്ഞാൽ ഹിന്ദു വിഭാഗങ്ങളിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ 1%, 1.5% കാറ്റേ ഉള്ളൂ ശശികല ടീച്ചറും ടീമും. അപ്പോൾ അങ്ങനെയുള്ള ടീമുകളുടെ കൂടെ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർ വെറുക്കും ഇവർക്കറിയാം. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു, പതുക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്കൊന്നും വേണം. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ എന്ന് പറഞ്ഞ് ഈ വർഗീയ സംഘടനകൾക്ക് ഒരു സ്ഥാനവുമില്ല. ഇവിടെ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പള്ളിയിലും പോകും, അതുപോലെ തന്നെ അമ്പലത്തിലും പോകും, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുസ്ലിം പള്ളിയിലും ഇനി നേർച്ചയുണ്ടെങ്കിൽ അവിടെയും പോകും. അങ്ങനെ എല്ലാ സ്ഥലത്തും പോകുന്ന ആൾക്കാരുണ്ട്, എല്ലാ ഭജനകളും കേൾക്കുന്ന ആൾക്കാരുണ്ട്, എല്ലാ പാട്ടുകളും കേൾക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇവരുടെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പിന്നീട് അങ്ങോട്ട് കുലസ്ത്രീകളും കുലപുരുഷന്മാരും മാത്രമേ ഉള്ളൂ. ഒരു പ്രത്യേക തരത്തിലുള്ള ഓഡിയൻസ് മാത്രമാണ് ഇവർക്കുള്ളത് എന്ന് ഇവർക്ക് മനസ്സിലായി. ഇത് അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലായത് കൊണ്ട് മാത്രം അവർക്ക് ഇതിൻ്റെ അകത്ത് നിന്നൊന്ന് മാറണം, അല്ലാതെ വേറെയൊന്നുമല്ല. അവർക്ക് ഇതിൻ്റെ അകത്ത് നിന്നൊന്ന് മാറാൻ വേണ്ടിയിട്ട് അവരൊരു പാട്ട് പാടിയെന്നേ ഉള്ളൂ. അത് ഏതായാലും ഏൽക്കണ്ടെടുക്കാൻ നല്ല രീതിയിൽ ഏറ്റിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവന്മാരെടുത്ത് വെളിയിലിട്ടു, ഇനി ഇവർക്ക് നല്ല സുഖമായി. ഇനി ഈ പാട്ട് ഇവർക്ക് എങ്ങനെ വേണമെങ്കിലും പാടാം, അല്ലാതെ ഇവർക്കെന്ന് പറഞ്ഞ് ഇത് മാറ്റിപ്പിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ എത്തിയിട്ട് ഇത് മാറ്റിപ്പിടിക്കാൻ കഴിയുന്നില്ല. കാരണം ഇതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭജന ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഭജന ഗ്രൂപ്പിൻ്റെ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള്, അതായത് മൊത്തത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളാക്കിക്കൊണ്ടാണ് പാടുന്നത്. ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലാണ് അവർ പാടിക്കൊണ്ടിരുന്നത്. അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നന്ദഗോവിന്ദം ഭജൻസ് കുറച്ചുകൂടിയൊക്കെ ആത്മാർത്ഥതയോടുകൂടി പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഇപ്പോഴവർ പുറത്തു വന്നു, ഇനി അവർക്ക് സുഖമായി, ഇനി അവർക്ക് എവിടെ വേണമെങ്കിലും പരിപാടി അവതരിപ്പിക്കാം, എവിടെ ഇനി അമ്പലത്തിലല്ല പള്ളിയിലല്ല എവിടെ വേണമെങ്കിലും അവർക്കൊന്ന് പാടാം. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം, അതായത് ഒരു പാട്ട് പാടിയത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പാടിയത് കൊണ്ടോ ഇവിടെ ആർക്കാണ് കുരു പൊട്ടുന്നത്? ഈ കുരു പൊട്ടുന്നതിൻ്റെയൊക്കെ കുരു അങ്ങ് പൊട്ടി ഒലിച്ചു നോക്കണം. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ പോയിട്ട് നമ്മളാരും ചെഴയാൻ നിൽക്കരുത്. ഈ 2 ദിവസമായിട്ട് നമ്മൾ വളരെയധികം മോശപ്പെട്ട അവസ്ഥയിലൂടെയാണ് പോകുന്നത്. അതായത് ഒരു പാട്ട് പാടിയത് കൊണ്ട് മാത്രം അവർക്കെതിരെ ബെസ്റ്റ് എന്നാൽ പക്ഷേ ഇത് കൽപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു സഹോദരനും അയാളുടെ ഭാര്യ അയാളുടെ മകളും ഉണ്ട്. എത്ര പള്ളിയിൽ അവർ അല്ലെ എത്ര അമ്പലത്തിൽ വന്നിട്ട് അവർ പാടിയിട്ടുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരുപാട് അമ്പലത്തിൽ അവർ വന്ന് പാടിയിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമല്ലേ. അതായത് ഈ കഴിവ് എന്ന് പറയുന്നത് എനിക്കും യേശുദാസിനും മറ്റേ MG ശ്രീകുമാറിനൊക്കെ കിട്ടിയതുപോലെ മറ്റുള്ളവർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാകും. എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പാടിയതിൻ്റെ ആ ഒരു ഇതില്ല എന്നിട്ടാ, അല്ലാതെ നമുക്കത്ര കഴിവൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അവന്മാരെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കൂട്ടം ഹിന്ദു സംഘടനകൾ, അതായത് അവർ വിചാരിച്ചാലൊന്നും ഒന്നും ആവൂല. കാരണം എന്ന് വെച്ചാൽ ദൈവമായിട്ട് കൊടുത്ത വരദാനാണ് അവർക്ക്. അവരിപ്പോൾ പാട്ട് പാടിക്കൂല മറ്റേതാക്കൂല എന്ന് പറഞ്ഞാൽ എല്ലാ അമ്പലങ്ങളും ഒന്ന് അട്ടിപ്പേർ അവകാശം കൊടുത്തിട്ടുണ്ടാ. ഇവിടെ അമ്പലങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യൻ്റെയും അതുപോലെ തന്നെ പല സ്ഥലത്തും ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ആ നാട്ടിലുള്ള എല്ലാവരോടും പിരിവ് കാണിക്കും.
അത് എന്തിൻ്റെതായാലും പള്ളി പെരുന്നാളിനും നമ്മൾ വിരുവ് കൊടുക്കും, ഉത്സവത്തിനും നമ്മൾ വിരുവ് കൊടുക്കും, നേർച്ചക്കും നമ്മൾ വിരുവ് കൊടുക്കും. അതാണ് നമ്മുടെ ശീലം എന്ന് പറഞ്ഞാൽ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരേ ഒരു വിഭാഗത്തിന് മാത്രമാണ് ഇത്, ഒരേ ഒരു വിഭാഗത്തിന് മാത്രമേ കേരളം അങ്ങ് നശിച്ചു. ഇത് തന്നെയാണോ കേരളം എന്ന് പറയുന്നത്? ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അതായത് ഇവറ്റകളോടുള്ള കുറച്ചൊക്കെയുള്ള സ്നേഹവും റെസ്പെക്റ്റും വരെ പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് പോകുന്നത്. അതായത് വളരെ മോശമായ രീതിയിൽ ഒരു പാട്ട് പാടി എന്ന് കരുതിയിട്ട് എന്തൊക്കെ കമൻറ്റുകളാണ് വരുന്നത്. കമൻറ്റുകൾ വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ മലയാളികൾ തന്നെയാണോ എന്ന് ആലോചിച്ച് പോകുകയായിരുന്നു. അത്രയും വിഷമുള്ള, വർഗീയ വിഷമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ പറയുന്നത് എന്താ അറിയുക, പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ ഒരു പാട്ട് പാടാറോ? എടോ, പള്ളിയിൽ നിന്നും പാടും, എവിടെ വേണമെങ്കിലും പാടും, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇവിടെ ആരും ഇറക്കി വിടാനും പോകുന്നില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. ഇപ്പം നമ്മൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആൾക്കാർ ഓരോരോ പാട്ടുകൾ കേൾക്കുന്നുണ്ട്. ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഒരു ക്രിസ്ത്യൻ ഭക്തിയാനുണ്ട്, എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഏതാ അറിയാ? പലസ്തീനായിൽ നിന്നുയരും വചനത്തിൻ ശബ്ദം ശരിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഗിരിഗിരിയായി പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ഗാനങ്ങൾ, മാപ്പിള പാട്ടുകൾ, ഇതൊക്കെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആസ്വദിച്ചിട്ടുള്ളവരല്ലേ. എത്രയെത്ര മാപ്പിള പാട്ടുകളാണ് നമ്മുടെ പിന്നെ ശേഖരത്തിലായിരുന്നു ആ പണ്ട് കാലത്ത്. അതുപോലെ തന്നെ ആൽബങ്ങൾ, എത്രയെത്ര ആൽബങ്ങളായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ലായിരുന്നു. ഇപ്പോഴേ അവന്മാർ എവിടെയോ കയറിയിട്ട് ഒരു പാട്ട് പാടി എന്ന് പറഞ്ഞപ്പോൾ ഇവർ ഇവിടെ കിടന്നിട്ടുള്ള ഞങ്ങളല്ലടാ നിങ്ങളെ വളർത്തിയത്, ഞങ്ങളുടെ അമ്പലത്തിൽ വന്നിട്ടല്ലടാ നിങ്ങൾ ഇങ്ങനെ ആയത്, ഞങ്ങളുടെ കുലസ്ത്രീകളല്ലടാ നിങ്ങളെ കാണുമ്പോഴിങ്ങനെ കണ്ണീരൊക്കെ തുടക്കുന്ന മറ്റേ ആ ഇതെല്ലാം ഉണ്ടല്ലോ, അതാണ് പറയുന്നത്. ഞങ്ങളുടെ കുലസ്ത്രീകളല്ലടാ നിങ്ങളെ ഇത്രയും ഫേമസ് ആക്കിയത് എന്ന് പറഞ്ഞ് ഇവന്മാർക്കെതിരെ എന്ന് പറഞ്ഞാൽ അങ്ങ് സൈബർ അറ്റാക്കുകളാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരൊന്നും ഫ്രീ ആയിട്ടൊന്നും വന്നിട്ട് ഭജന എങ്ങനെ പാടുന്നൊന്നുമല്ല, അതായത് ഭക്തിയോടുകൂടി വന്ന് പാടുന്ന ഒന്നുമല്ല. ഇത് ഇവരുടെ ഒരു പ്രൊഫഷനാണ്. അതായത് ഇവർ 2-3 ലക്ഷം രൂപയൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത്, അല്ലാതെ വെറുതെ ഒന്നും അല്ല ഇത് വന്ന് പാടുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഓരോ സ്ഥലത്ത് പാടുമ്പോഴെന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ ഇത് കിട്ടും. ഇപ്പോൾ വിദേശത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ വേറെ ഏതിലോ പാട്ടൊക്കെ പാടേണ്ടി വരും. കാരണം വിദേശത്തൊക്കെ ഏത് അമ്പലമായാലും വേണ്ടിയില്ല, പള്ളിയായാലും വേണ്ടിയില്ല, അവിടെ എല്ലാവരും ഉണ്ടാവും ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. അവിടെ മലയാളി സമൂഹം എന്നാണ് പറയുക, അല്ലാതെ ഇവിടുത്തെ പോലെ എന്ന് പറഞ്ഞാൽ ജാതി തിരിച്ചിട്ട് പറയുന്ന പരിപാടിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊന്നും മാറ്റിപ്പിടിക്കാൻ വേണ്ടി അവർ തന്നെ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമൻ്റ് ഇടുന്നവനും അതുപോലെ നമ്മളാണ് വളർത്തിയത് എന്ന് പറയുന്ന കുലപുരുഷന്മാരും കുലസ്ത്രീകളും പിന്നെ അട്ടിപ്പേർ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്ന ചില ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പോയിട്ട് വല്ല പണിയും നോക്കിക്കൂടെയായിരുന്നു. നിങ്ങൾക്ക് പറ്റുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെല്ലാം ഉണ്ടായിരുന്നു. ഇതുപോലെ ആർക്കെങ്കിലും ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇത് നീ പള്ളിയിൽ പോയിട്ട് വാടുവാടാ അല്ലെങ്കിൽ നീ ഇവിടെ പോയിട്ട് വാടുവാടാ എന്ന് പറയുന്നതോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇവിടെ കിടന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറഞ്ഞിട്ട് ഒരു ഉളുപ്പുണ്ടാർന്ന്. അപ്പോൾ ഒന്ന് ഹൈപ്പ് ചെയ്യണേ മറന്നു പോകുന്നത്.